മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാത്ത, അതും വിറ്റ് കാശാക്കുന്ന സ്വകാര്യ ആശുപത്രികൾ നമ്മുടെ കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. VMTV ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. മരിച്ച രോഗികളെ ചികിത്സിച്ച് സ്വകാര്യ ആശുപത്രികൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് ഫോറൻസിക് സർജനും പോലീസ് സർജനുമായ ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റേതാണ് പുതിയ വെളിപ്പെടുത്തൽ. എറണാകുളത്തും പരിസരങ്ങളിലുമുള്ള ചില സ്വകാര്യ ആശുപത്രികളാണ് ഇത്തരം ചികിത്സ നടത്തുന്നത്. മരണശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആശുപത്രി അധികൃതർ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് എത്തിക്കുന്ന മൃതദേഹങ്ങൾ ചികിത്സ നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുകയാണ്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ ബന്ധുക്കളിൽ നിന്നും വളരെ നിസ്സഹായാവസ്ഥയിൽ രോഗിയുമായി ആശുപത്രിയിൽ എത്തുന്ന ബന്ധുവിനോട് മരണം മറച്ചുവെച്ചും അവസാന നിമിഷം 10,000 കൊള്ളയടിച്ച് ചികിത്സിക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിനെത്തുന്ന മൃതദേഹ പരിശോധനയിൽ വെന്റിലേറ്റർ നീക്കം ചെയ്ത് മരണം നടന്നതായി രേഖപ്പെടുത്തിയ സമയത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മരണം നടന്നതായി വെളിവാക്കുന്ന സന്ദർഭങ്ങളും ഏറെയുണ്ട്. മരിച്ച ശേഷം ആശുപത്രിയിൽ എത്തിച്ചയാളുടെ വലതുവശത്തെ വാരിയെല്ല് ഹൃദയസ്പന്ദനം വീണ്ടെടുക്കാനായി നെഞ്ചിൽ മർദ്ദനമേൽപ്പിക്കുമ്പോൾ ഒടിഞ്ഞ സംഭവമുണ്ടായി. മർദ്ദനമേൽപ്പിക്കേണ്ടത് ഇടതുഭാഗത്താണ് എന്ന പ്രാഥമിക ജ്ഞാനം പോലും ഇല്ലാത്തവരും സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരായി ഉണ്ടെന്നത് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം വിവരങ്ങൾ ഫോറൻസിക് വകുപ്പ്, RTO, പോലീസ് അധികൃതർ എന്നിവർക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ മരണത്തിൽ ബന്ധുക്കൾക്ക് സംശയമില്ലാത്തതിനാൽ തുടർ നടപടി എടുക്കാറില്ലെന്ന് പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയാനും കഴിഞ്ഞിരിക്കുന്നു. എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാത്തവർ പല സ്വകാര്യ ആശുപത്രികളിലും നിസാര വേതനത്തിൽ ജോലി ചെയ്യുന്നതായും ഡോക്ടർ വ്യക്തമാക്കുന്നുണ്ട്. എറണാകുളത്തെ വൻകിട ആശുപത്രികളിലാണ് ഇത് നടക്കുന്നത്. മെഡിക്കൽ കൗൺസിലിന്റെയും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും ജാഗ്രതയോടെയുള്ള നിരീക്ഷണം കൊണ്ട് മാത്രമേ ഇതിന് തടയിടാൻ കഴിയൂവെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട ആശുപത്രി ഉദ്യോഗസ്ഥർ പണത്തിനു വേണ്ടി മൃതദേഹങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിൽ നടപ്പാക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊടും ക്രൂരതയുടെ മറ്റൊരു മുഖമായിട്ട് വേണം കാണാൻ. ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്ന കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. VMTV ന്യൂസിന്റെ മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.